ഇപ്പോഴത്തെ രാഷ്ട്രീയ സിനാരിയോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ BJP-യുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സാധാരണഗതിയിൽ UDF-ൻ്റെ ഒരു പോസ്റ്ററിൽ അങ്ങനെ ഒരാളെ മുന്നിൽ വെച്ച് ബാക്കിയുള്ളവരെല്ലാം ചെറുതായി കാണിക്കുന്ന ഒരു അന്തരീക്ഷം അങ്ങനെയൊന്നും സാധ്യമാകില്ല. നമുക്ക് കാണാം. അപ്പോൾ VS അച്യുതാനന്ദൻ്റെ മുഖം വെച്ച് പോസ്റ്റർ അടിച്ചത് കേരളത്തിൽ ഒരു വലിയ പ്രശ്നമായിരുന്നു. CPM-നുള്ളിൽ വലിയ ചർച്ചയായിരുന്നു. ഷൈല ടീച്ചറുടെ പേര് കൂടി രംഗത്തേക്ക് വരുന്നത് LDF-നെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന വാക്ക് ഞാൻ എന്നുള്ള വാക്കാണ്. ഇപ്പോൾ കണ്ണൂരിലൊക്കെ സുധാകരൻ്റെ പേരില്ലാത്തതിൻ്റെ പേരിൽ തന്നെ പ്രശ്നമുണ്ടാകുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചു. സ്വാഗതം ജോയിൻ്റെ സ്റ്റോറിയിലേക്ക്. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം നിലവിൽ വന്നതിന് ശേഷമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ രണ്ട് മുന്നണികളും അധികാരത്തിലെത്തിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് ജനങ്ങൾക്ക് പൊതുവിൽ ഒരു ധാരണ ഉണ്ടാകുമായിരുന്നു. കുറച്ചു കാലത്തേക്ക് K കരുണാകരൻ, EK നായനാർ, പിന്നീട് VS അച്യുതാനന്ദൻ, AK ആൻ്റണി, പിന്നീട് VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിന്നീട് പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി എന്നീ വിധത്തിലൊക്കെ ആരായിരിക്കും, ഏത് മുന്നണി അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളൊരു ധാരണ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ നേതാക്കളെ കേന്ദ്രീകരിച്ചായിരുന്നില്ല ഒരു പരിധിവരെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവും തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങളും നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നേതൃകേന്ദ്രീകൃതമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ചോദ്യം ഉയരുകയാണ്. ഈ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടെ വലിയ തോതിൽ ഉയരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ചോദ്യം ഉയർന്നിരുന്നു എന്നുള്ളതാണ് വസ്തുത. കരുത്തനായൊരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF ശ്രമിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രളയ സമാനമായ സാഹചര്യങ്ങൾ കേരളം നേരിട്ടപ്പോൾ അതിനെ മറികടക്കുന്നതിന് മുന്നിൽ നിന്ന് നയിച്ച വ്യക്തി, കോവിഡ് പ്രതിസന്ധി വന്നപ്പോൾ അതിനെ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തി എന്ന നിലയിലുള്ളൊരു പ്രതിച്ഛായ ലഭിച്ചതിൻ്റെ തുടർച്ചയിൽ കൂടിയാണ് LDF അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രൊപ്പഗാൻഡയിലേക്ക് പോയത്. ക്യാപ്റ്റൻ എന്ന വിശേഷണം പിണറായിക്ക് നൽകപ്പെടുകയും അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശിക്കപ്പെടുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് 5 വർഷം പിന്നിടുമ്പോൾ രണ്ട് പക്ഷത്തും നേതൃമുഖങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നേതാക്കൾ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന നിലപാടുകളും നയങ്ങളും അടിസ്ഥാനമാക്കിക്കൊണ്ടൊരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് കടക്കുകയാണോ കേരളം എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതേക്കുറിച്ചാണ് ജോയിൻ്റെ സ്റ്റോറി ഇന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ മനോരമ സീ വോട്ടർ സർവേ വന്നു. നമ്മൾ 2021 സർവേ നോക്കുകയാണെങ്കിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങളുടെ ഇംഗിതം പരിശോധിച്ചപ്പോൾ വലിയ തോതിലുള്ള എഡ്ജ് കണ്ടിരുന്നു. ചില സർവേകളിൽ ഏതാണ്ട് 47% പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നു എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയതായ റിസൾട്ട് വന്നു. മിക്കവാറും സർവേകൾ 35% മുകളിൽ ആളുകൾ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുന്നു എന്ന റിസൾട്ടാണ് അന്ന് വന്നത്. ഇപ്പോൾ ഇന്നലെയാണ് ഒരുപക്ഷെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനവും പ്രധാനപ്പെട്ട ഒരു സർവേ ഏജൻസിയും ചേരുന്ന ഒരു സർവേ റിപ്പോർട്ട് വരുന്നത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ഒരു പടി മുന്നിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശനെ ജനങ്ങൾ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു എന്ന റിസൾട്ടാണ് വന്നത്. എന്നാൽ അത് വലിയ മാർജിനാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഏതാണ്ടൊരു 2% വ്യത്യാസം മാത്രമേ VD സതീശനും പിണറായി വിജയനും തമ്മിലുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഈ നേതാക്കൾ ആര്, അല്ലെങ്കിൽ നേതാവ് ആര്, നയിക്കുന്നത് ആര് എന്നതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയിലേക്ക് ഈ രണ്ട് മുന്നണികളും മാറുന്നുണ്ടോ കേരള രാഷ്ട്രീയത്തിൽ? എനിക്ക് തോന്നുന്നു രാജീവ് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി അപ്പുറത്ത് മുതൽ ഇങ്ങോട്ട് യഥാർത്ഥത്തിൽ നായക കേന്ദ്രീകൃതമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് എന്ന്. 2000 ആണ്ട് മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആരായിരിക്കും പോസ്റ്റ് ഇലക്ഷൻ നേതാവ് എന്നതിനെ ചൊല്ലി വലിയ ചർച്ച നടക്കുകയും തെരഞ്ഞെടുപ്പ് സർവേകളിൽ അവർ പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2006 തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇലക്ഷനിയറിംഗ് തന്നെ നടന്നത്. VSനെ കേന്ദ്രീകരിച്ചായിരുന്നു. VSന് വേണ്ടി ജനങ്ങൾ ആകെക്കൂടി ഇളകി മറിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭാ സ്ഥാനാർത്ഥിത്വം പോലും 2006 2011 പിടിച്ചു വാങ്ങിയത്. 2021 ഇത് ഈ പറഞ്ഞ പോലെ 2021 2016 ഒപ്പീനിയൻ പോളുകൾ, ഇലക്ഷന് മുമ്പുള്ള ഒപ്പീനിയൻ പോളുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചില നേതാക്കന്മാർ പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഈ ഒപ്പീനിയൻ പോളുകൾക്ക് ബേസിക്കായ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലാണ് അതിൻ്റെ റിസൾട്ട് വരിക. ഉദാഹരണത്തിന് 2021 സർവേയിൽ പിണറായി വിജയൻ എഡ്ജുണ്ടായിരുന്നു. പിണറായി വിജയനായിരുന്നു ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത്. എന്നാൽ
അപ്പുറത്ത് ഉമ്മൻചാണ്ടിയുടെ പേരാണ് സർവേകളിൽ പരാമർശിക്കപ്പെട്ടത്. അതെ, അന്ന് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെ പേരായിരുന്നില്ല. ഉമ്മൻചാണ്ടി ആ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി ഏതാണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോയിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 2021 തെരഞ്ഞെടുപ്പിൽ രണ്ടാമതായി പിണറായിക്ക് ശേഷം ഉയർന്നു വന്ന പേര്. അന്നും ശശി തരൂർ ഉണ്ടായിരുന്നു. 9% വോട്ട് എന്ന ലെവലിൽ ശശി തരൂരിൻ്റെ പേര് അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു 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 രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചുള്ള അവരുടെ ഒരു ലെവൽ വെച്ച് ഉള്ള ഒരളവോ അതല്ലെങ്കിൽ ആ ചോദ്യം കൊടുക്കുന്നതിലെ പ്രശ്നമാണത്. ഇപ്പോൾ ഇന്നലെ പുറത്ത് വന്നത് മലയാള മനോരമ അല്ലെങ്കിൽ മനോരമ ന്യൂസും സി വോട്ടറും ചേർന്നുള്ള സർവേയാണ്. അതിൽ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം ആണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതിൽ വി ഡി സതീശൻ 24.1% എന്നത്, പിണറായി വിജയൻ 22.4%, ശശി തരൂർ 11.3%, മറ്റുള്ളവർ 42%. ഇവിടെ യു ഡി എഫ് പക്ഷത്തു നിന്നുള്ള 2 പേരുണ്ട്. പേരെടുത്ത് പറഞ്ഞതിന് യു ഡി എഫ് പക്ഷത്തുള്ള 2 പേർ വി ഡി സതീശനും ശശി തരൂരുമുണ്ട്. എന്നാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേര് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർ എന്നതിലായിരിക്കും ഒരുപക്ഷെ ഷൈല ടീച്ചർ ഉൾപ്പെടെയുള്ളവർ, ഒരുപക്ഷെ യു ഡി എഫിൻ്റെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ. ഇങ്ങനെ ഒരു ചോദ്യം കൊടുത്ത് ഉത്തരം വാങ്ങുമ്പോൾ അതിന് നേരാംവണ്ണമുള്ള ഒരു റെസ്പോൺസ് അല്ല കിട്ടുക. അതായത് മുന്നണി അതുപോലെ മറ്റ് ചോദ്യങ്ങളിലേക്ക് കടന്നാലും ഈ കാര്യത്തിൽ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിൽ ഡിസംബർ മാസം മുതലുള്ള ഒരു ട്രാക്കിംഗ് ഈ സി വോട്ടർ നടത്തുന്നുണ്ട്. ഡിസംബർ മാസത്തിൽ ഇത് 26.1% പിണറായി വിജയൻ അനുകൂലമായിരുന്നു. അത് ജനുവരിയിലായപ്പോൾ 24.2 ചുരുങ്ങി. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് എത്തിയപ്പോൾ 22.4 ചുരുങ്ങി. പിണറായി വിജയൻ്റെ പോപ്പുലാരിറ്റി ഇങ്ങനെ കുറഞ്ഞ് വരുന്നതായി കാണാം. ഇതിൽ ഡിസംബറിലേത് ഒരു പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പുള്ള സർവേ ആകാനും സാധ്യതയുണ്ട്. എന്നാൽ സതീശൻ്റെ കാര്യത്തിൽ വളരെ ഡ്രാസ്റ്റിക്കായ ഒരു ചേഞ്ച്, വളരെ വലിയ ഒരു മുന്നേറ്റം കാണാം നമുക്ക്. ഡിസംബർ മാസത്തിൽ 9.7% മാത്രം ഉണ്ടായിരുന്നത് ജനുവരി മാസത്തിൽ 19.3% ഫെബ്രുവരി ആകുമ്പോഴേക്കും അത് 24.1% വളരെ വലിയ ഒരു വർധനവ് അദ്ദേഹത്തിൻ്റെ ഗ്രാഫിലുണ്ട്. ഒരു പക്ഷേ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിൻ്റെ വിജയം, അതിനുശേഷം സതീശൻ നടത്തിയ ഈ വെള്ളാപ്പള്ളിയുമായൊക്കെയുള്ള എൻഗേജ്മെൻറ്റ്, പിന്നെ സതീശൻ ഒരു നേതൃസ്ഥാനത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടുള്ള യാത്ര എല്ലാം കൂടി വന്നതായിരിക്കണം ഒരുപക്ഷെ സതീശൻ്റെ ഈ ഗ്രാഫ്. ഇതൊക്കെ പറഞ്ഞാലും ഇവിടെ യു ഡി എഫിൻ്റെ രണ്ടാമനായി കാണുന്നത് ശശി തരൂരാണ്. ശശി തരൂർ യഥാർത്ഥത്തിൽ രംഗത്ത് എവിടെയും ഇല്ലാത്ത ഒരാളാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സങ്കല്പം യു ഡി എഫിനകത്ത് നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അധികാരം കിട്ടുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഇൻ ദാറ്റ് ഓർഡർ അധികാരം പങ്കിടും എന്നായിരുന്നു നേരത്തെ യു ഡി എഫിലുണ്ടായിരുന്ന ധാരണ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ കോൺഗ്രസിലുണ്ടായിരുന്ന ധാരണ. എന്നാൽ ഇപ്പോഴാ ചിത്രം മാറി കുറെ കൂടി സതീശൻ രംഗത്തേക്ക് വന്നിരിക്കുന്നു. സതീശൻ സെൻട്രിക് ആയിരിക്കുന്നു യു ഡി എഫ്. സതീശന് മാത്രമായൊരു മേൽക്കൈ വന്നിരിക്കുന്നു. മറ്റാളുകൾ യു ഡി എഫിലേത് ജനങ്ങളുടെ മനസ്സിൽ മറ്റാളുകൾ അപ്രസക്തരായി പോയിരിക്കുന്നു എന്നതാണ് നില. ഇതൊക്കെ പറഞ്ഞാലും വ്യക്തികളെ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിന് മുമ്പെടുക്കുന്ന ഈ വോട്ടെടുപ്പ് കേരളത്തിൻ്റെ കാര്യത്തിൽ അത്രമാത്രം പ്രസക്തിയില്ല എന്നാണ് ഈ പല തെരഞ്ഞെടുപ്പുകളിലൂടെ കാണുന്ന നമ്പേഴ്സ് സൂചിപ്പിക്കുന്നത്. അല്ല, അത് അങ്ങനെ ആയിരിക്കെ തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു നേതാവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത്, ഇപ്പോൾ ഈ 2 മുന്നണികളും അല്ലെങ്കിൽ 2 മുന്നണികൾക്കും നേതൃത്വം നൽകുന്ന പാർട്ടികളും എല്ലായ്പ്പോഴും പറയാറുള്ളത്, ഞങ്ങളുടെ നയനിലപാടുകളെ അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നേതാവ് ആരാകും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കുന്ന കാര്യമാണ് എന്ന തത്വമാണ് ഈ 2 മുന്നണികളും അല്ലെങ്കിൽ ആ മുന്നണികൾക്ക് നേതൃത്വം നൽകുന്ന 2 പാർട്ടികളും തുടർച്ചയായി പറയാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും എന്നല്ലെങ്കിൽ ജയിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും എന്ന് ഉറപ്പുള്ളപ്പോൾ പോലും അത് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴും ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ് എൽ ഡി എഫിനെ തെരഞ്ഞെടുപ്പിൽ നയിക്കുക എന്ന് പറയുന്നതിൻ്റെ തുടർച്ചയിൽ
അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ളത് LDF അധികാരത്തിൽ വരികയാണെങ്കിൽ അപ്പോൾ തീരുമാനിക്കും എന്നാണ് CPIM നേതാക്കൾ വിശദീകരിക്കുന്നത്. ഇപ്പുറത്ത് കോൺഗ്രസ് ആണെങ്കിലും ഞങ്ങൾ ഇപ്പോൾ സതീശൻ എല്ലായ്പ്പോഴും വാർത്താസമ്മേളനത്തിൽ പറയുന്നത് ടീം UDF എന്നുള്ള നിലയിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ UDFന് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം തീരുമാനിക്കും എന്നാണ്. ഇത് തത്വത്തിൽ ഇത് പറയുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ 2 നേതാക്കളാണ് നയിക്കുന്നത്. ഇവരാണ് തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത്. ഇവരിലാണ് ജനങ്ങൾ വിശ്വാസമർപ്പിക്കുകയോ അവിശ്വാസമർപ്പിക്കുകയോ വേണ്ടത് എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നുണ്ടല്ലോ. ഈ പ്രതീതി സൃഷ്ടിക്കുക എന്ന് പറയുന്ന പണി അതിൽ ഫോക്കസ്ഡ് ആവുകയാണോ കേരളത്തിലെ രാഷ്ട്രീയം? ഞാൻ ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ, ഇപ്പോൾ സതീശൻ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിലൊക്കെ എടുത്ത നിലപാട് നമ്മുടെ മുമ്പിലുണ്ട്. ഇതേ വിഷയത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് അത് ആ പാർട്ടി എടുക്കുന്ന നിലപാടായിട്ടല്ല സത്യത്തിൽ, അല്ലെങ്കിൽ പാർട്ടി എന്ത് നിലപാടെടുക്കുന്നു അല്ലെങ്കിൽ ആ മുന്നണി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതല്ല പൊതുവിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയൻ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പുറത്ത് കോൺഗ്രസ് എടുക്കുന്ന നിലപാടോ അല്ലെങ്കിൽ UDF എടുക്കുന്ന നിലപാടോ ആയിട്ടല്ല, സതീശൻ, പ്രതിപക്ഷ നേതാവായ VD സതീശൻ എന്ത് നിലപാടെടുത്തു എന്നുള്ളതിനൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് ചർച്ചകൾ പോകുന്നത്. അപ്പോൾ ഈ 2 നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണത്തിൽ മുന്നോട്ട് പോവുകയും അവരെടുക്കുന്ന നിലപാടുകളെ വിലയിരുത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിധിന്യായത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുകയും ചെയ്യുക, ഇതാണോ സ്ട്രാറ്റജി? ഞാൻ പറഞ്ഞത് ഒരു 25 വർഷം മുമ്പുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് മുന്നണികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ നയനിലപാടുകൾ മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ആ നയനിലപാടുകളെ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന നേതാക്കളെ പ്രൊജക്റ്റ് ചെയ്യുന്നു. അതിന് രണ്ടിനും കൂടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. എന്നാൽ പിന്നീട് പതുക്കെ നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും അപ്രഖ്യാപിതമായൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ ഒരു 5-6 തെരഞ്ഞെടുപ്പുകൾ നേരിട്ടത്. മുഖ്യമന്ത്രി ആരാകും എന്ന കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഇംപ്രഷൻ കൊടുക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ മടിക്കാറില്ല. ഇന്ന ആളാണ് മുഖ്യമന്ത്രി എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജനം വോട്ട് ചെയ്യുന്നത്. ആ മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള വോട്ടാണ്. ഇവിടെ വരുന്ന ഒരു പ്രശ്നം കുറെ കൂടി വ്യക്തികളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ടോ, ഇന്നയാൾക്കാണെങ്കിൽ വോട്ട് കൂടുതലുണ്ട്, ഇന്നയാൾക്കാണെങ്കിൽ വോട്ട് കുറയും എന്ന സ്ഥിതി നേരിടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു സംശയം, ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മുന്നണികൾ എടുക്കുന്ന കാര്യത്തിൽ 2 മുന്നണികൾക്കുമിടയിൽ വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ വളരെ സ്പെസിഫിക്കായി പറഞ്ഞാൽ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പിണറായി എങ്ങനെയുണ്ട് എന്നൊരു ചോദ്യം ഇന്നലത്തെ സീ വോട്ടർ സർവേയിലുണ്ട്. മുഖ്യമന്ത്രി പിണറായിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അതിൽ നല്ലത് എന്ന് പറയുന്നത് 27% പേരാണ്. ശരാശരി എന്ന് പറയുന്നത് 16.2% പേരാണ്. മോശം എന്ന് പറയുന്നത് 53.1% ആളുകൾ. അഭിപ്രായമില്ല എന്ന് പറയുന്നത് 3.7% ആളുകൾ. ഇവിടെ LDFനെ സംബന്ധിച്ച് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മാറ്റുക എന്നൊരു ഓപ്ഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. വയബിളായ ഒരു ഓപ്ഷനാണത്. ആ അഭിപ്രായത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് അവർ പോകുമോ എന്നല്ല. ആൻറ്റി ഇൻകംബൻസി എന്നത് പിണറായി എന്ന മുഖ്യമന്ത്രിക്കെതിരെ ആയിത്തീരുകയും LDF സർക്കാരിനെതിരെയല്ല, അത് പിണറായി എന്ന വ്യക്തിഗത മുഖ്യമന്ത്രിക്കെതിരെ ആണ് എന്ന അവസ്ഥയുണ്ടോ എന്ന് ഈ സർവേകളുടെ സൂക്ഷ്മാംശങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ അപ്പുറത്തത് വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പുറത്ത് VD സതീശനാണ് പ്രൊജക്ഷൻ കിട്ടുന്നത്, അദ്ദേഹത്തിനാണ് ജനപിന്തുണ. പക്ഷേ മറ്റൊരു പേരവിടെ വന്നാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് KC വേണുഗോപാലിൻ്റെ പേരവിടെ വരുന്നു എന്ന് വിചാരിക്കുക. ഞങ്ങളിൽ ആരുമാകും, ഒരു പക്ഷേ KC വേണുഗോപാലും ആകാം എന്നൊരു ഇംപ്രഷൻ UDFൽ നിന്ന് വരുന്ന നിമിഷം ആ മുന്നണി പരാജയപ്പെട്ടു പോകും. ഇങ്ങനെ ഒരു സവിശേഷമായ സാഹചര്യം യഥാർത്ഥത്തിൽ ഈ വ്യക്തിഗത ഫോക്കസിനുണ്ട്. എങ്കിൽ കൂടി നേതാക്കളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡായ ഒന്ന് സംഭവിക്കുന്നുണ്ട്. LDFൽ അത് പിണറായിയിലേക്ക് ഉള്ള ഫോക്കസ്, അല്ലെങ്കിൽ പിണറായിക്കുള്ള സാധ്യത, അല്ലെങ്കിൽ പിണറായിയുടെ പോപ്പുലാരിറ്റി കുറഞ്ഞു വരികയും മറ്റൊരാളെ LDF പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കാനുള്ള സന്നദ്ധ ജനങ്ങൾക്കുണ്ട് എന്ന അവസ്ഥ വരികയും ചെയ്യുന്നു. മറ്റൊരു സ്ഥലത്ത് VD സതീശന് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്നു, മറ്റൊരാൾ വന്നാൽ ആ സാധ്യത ഇല്ലാതാകും എന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഈ 2 വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയുമ്പോഴേ ഞാനിതിനെ ഒരു ആഗോള രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യമായിട്ട് താരതമ്യം ചെയ്ത് നമ്മൾ
ലോകരാഷ്ട്രീയം എടുത്താലും ഇതുപോലെ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്, പൊളിറ്റിക്സ് മൂവ് ചെയ്യുന്ന കാഴ്ച നമ്മൾ ലോകത്തെ പല രാഷ്ട്രങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപക്ഷെ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോഴാണ്, മുമ്പും വ്യക്തി മികവുള്ള നേതാക്കൾ അല്ലെങ്കിൽ വ്യക്തി മികവുണ്ടെന്ന് പാർട്ടികൾ അവകാശപ്പെടുന്ന നേതാക്കളെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം വ്യക്തി കേന്ദ്രീകൃതമായിരുന്നില്ല അന്നൊന്നും. ഇപ്പോൾ ഇന്ദിരാഗാന്ധി ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും പിന്നീട് എൻ ഡി എയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ AB വാജ്പേയി ആണെങ്കിലും ഒക്കെ അവരുടെ വ്യക്തി മികവ് ഉയർത്തി കാണിക്കാൻ ആ പാർട്ടികളും മുന്നണികളും ശ്രമിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അത് സ്ഥാപിക്കാൻ വ്യക്തികൾ തന്നെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ 2014 ശേഷമാണ് ഇത് കൂടുതൽ വ്യക്തി കേന്ദ്രീകൃതമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ലക്ഷ്യമിട്ടുള്ള യാത്ര തുടങ്ങുമ്പോഴാണ് തീർത്തും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ആ വ്യക്തി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്നത് പാർട്ടിയുടെയോ മുന്നണിയുടെയോ നയനിലപാടുകളല്ല, മറിച്ച് ആ വ്യക്തിയുടെ തീരുമാനങ്ങളാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും നയനിലപാടുകളും തീരുമാനങ്ങളുമായി അല്ലെങ്കിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങളായിട്ട് നടപ്പാക്കപ്പെടുന്നത് എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നതോ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിൽ അത് പ്രതീതി മാത്രമല്ല, യഥാർത്ഥത്തിൽ തന്നെ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെപ്ലിക്ക നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ, ബംഗാളിൽ മമത, അതുപോലെ UP എടുത്താൽ യോഗി ആദിത്യനാഥോ അല്ലെങ്കിൽ അപ്പുറത്ത് അഖിലേഷ് യാദവോ, ബീഹാർ എടുത്താൽ നിതീഷ് കുമാർ, ഇപ്പുറത്ത് തേജസ്വി യാദവ്. ഇങ്ങനെ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ പാർട്ടി അവിടെയുണ്ട്, പക്ഷേ ആ പാർട്ടിയിലെ തന്നെ ഏറ്റവും ജനപ്രിയനായ ഒരു നേതാവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അയാളുടെ നയനിലപാടുകൾ, അയാളുടെ തീരുമാനങ്ങൾ, അയാളുടെ കാഴ്ചപ്പാടുകൾ അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ഫൈറ്റ് എന്ന് പറയുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലും വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാലയളവിലൊക്കെ. അത് ഈ അതിൻ്റെ ഒരു മാധ്യമരംഗത്ത് വന്നൊരു മാറ്റം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്. ഒരു മുന്നണിയുടെ മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുക, അതല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നയനിലപാട് മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതിനേക്കാൾ എളുപ്പമാണ് വ്യക്തികളെ കേന്ദ്രീകരിച്ച് ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് നയം മുന്നോട്ട് വെക്കുക എന്നത്. അതാണ് സംഭവിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ടെലിവിഷൻ മീഡിയയുടെ വരവോടുകൂടി തന്നെ സംഭവിച്ചു. അതിനുശേഷം സോഷ്യൽ മീഡിയയുടെ വരവും അതോടൊപ്പം തന്നെ ഈ ഫോൺ സെൻട്രിക്കായ വീഡിയോകൾ ഈ കാര്യങ്ങളെ മുഴുവൻ നിർണ്ണയിക്കാൻ തുടങ്ങിയതിന് ശേഷം വ്യക്തി അധിഷ്ഠിതമായ ക്യാമ്പയിൻ എന്നത് കൂടുതൽ പ്രാധാന്യം നേടുകയും അവരിലൂടെ രാഷ്ട്രീയം പറയുന്നതാണ് നല്ലത് എന്ന് പാർട്ടികൾക്ക് തോന്നുകയും അതല്ലെങ്കിൽ അങ്ങനെ ആയിത്തീരുകയും ചെയ്തു എന്നതാണ്. യഥാർത്ഥത്തിൽ പാർട്ടികൾ മനഃപൂർവ്വം എടുത്ത തീരുമാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാച്ചറുള്ള ഒരു നേതാവ് അതിനുശേഷം വന്നിട്ടില്ല. എന്നിട്ട് കൂടി വ്യക്തികളിലേക്കാണ് ഇപ്പോൾ സ്റ്റേറ്റുകളിലും ദേശീയ തലത്തിലും അത് രാഷ്ട്രീയം ഫോക്കസ്ഡ് ആവുന്നത്. പുതിയ മാധ്യമ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ആവിർഭാവം, ഫോൺ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഉപഭോഗം, മാധ്യമ ഉപഭോഗം, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ദേശീയ തലത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാര്യം എടുത്താൽ നരേന്ദ്രമോദി തന്നെ ഡിസൈൻ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പൊതുമാധ്യമങ്ങളോട് സംസാരിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സംസാരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണ് എന്ന ഒരു മെസ്സേജ് കൊടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന വാക്ക് ഞാൻ എന്നുള്ള വാക്കാണ്. ഞാൻ എന്നുള്ള പ്രയോഗമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളും. മോഡിയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രസംഗിച്ചു. അതായത് എൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് പറയാൻ ഒരു നേതാവിന് മടിയില്ലാത്തൊരു ഒരു സാഹചര്യം രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. മുൻകാലത്തായിരുന്നെങ്കിൽ ഇപ്പോൾ VS അച്യുതാനന്ദൻ സർക്കാർ, VS സർക്കാർ, അല്ലെങ്കിൽ നായനാർ സർക്കാർ, അല്ലെങ്കിൽ കരുണാകരൻ സർക്കാർ, അല്ലെങ്കിൽ ആൻ്റണി സർക്കാർ എന്നൊക്കെ പറയുമെങ്കിൽ പോലും അത് ആ മുന്നണിയുടെയും അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന, മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ ആളുകളുടെയും ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള നിലയിൽ മാത്രമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി തീർത്തും വ്യക്തി കേന്ദ്രീകൃതമായ ഒരു മെക്കാനിസത്തിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ സവിശേഷം? അപ്പോൾ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സിനാരിയോയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ BJPയുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. CPMൻ്റെ നയനിലപാടുകൾ BJPയുടെ നയനിലപാടുകളുമായി ചേർന്ന് പോകുന്ന വിധത്തിലേക്ക് മാറിയോ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല. ഇപ്പുറത്തും അതുപോലെ തന്നെയാണ്. VD സതീശൻ എന്താണ് ഈ കാര്യത്തിൽ പറയുന്നത്? വെള്ളാപ്പള്ളിയുടെ അഭിപ്രായ പ്രകടനത്തോട് VD സതീശൻ എന്ത് പറയുന്നു, കോൺഗ്രസ് എന്ത് പറയുന്നു, UDF എന്ത് പറയുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. വ്യക്തിഗതമായ വാലിഡേഷൻ ആ രൂപത്തിലേക്ക് കേരള രാഷ്ട്രീയവും മാറിപ്പോയിട്ടുണ്ട്. മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നടക്കുന്നതും നേതാക്കളുടെ വ്യക്തിഗതമായ വാലിഡേഷനാണ് യഥാർത്ഥത്തിൽ. ഈ ഒരു സ്പെസിഫിക് കാര്യത്തിൽ ഈ നേതാവ് എന്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്? അതുപോലെ
പിണറായി വിജയൻ്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റി കൊണ്ടുപോയി. അത് CPMൻ്റെ നിലപാടാണോ അല്ലേ എന്നത് ചർച്ചയിലേക്ക് വരുന്നില്ല. പകരം ആ ഒരു പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു പ്രവൃത്തിയെയാണ് ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനോടുള്ള സതീശൻ്റെ നിലപാട്, കോൺഗ്രസിൻ്റെ നിലപാട് എന്നല്ല, സതീശൻ്റെ നിലപാട് എന്നത്, അതിനാണ് പ്രാമുഖ്യം കിട്ടുന്നത്. അത് ഈ മാധ്യമ സാഹചര്യത്തിൻ്റെയും മാറി വന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെയും എല്ലാം ഒരു സവിശേഷതയാണ്. യഥാർത്ഥത്തിൽ ഇത് ലോകവ്യാപകമായി ഉള്ളതാണ്. നേതാക്കളിലേക്കും വ്യക്തികളിലേക്കും ഫോക്കസ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോൾ സവിശേഷമായും അങ്ങനെ ഫോക്കസ്ഡ് ആവുന്ന രാഷ്ട്രീയ അന്തരീക്ഷം എന്നത് ലോകം മുഴുവനുമുള്ളതാണ്, ഇന്ത്യയിൽ പൊതുവായുള്ളതാണ്, കേരള രാഷ്ട്രീയത്തിലും അതുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പക്ഷേ ഇതിനൊരു വ്യത്യാസം നേരത്തെ വളരെ കൃത്യമായി ഉണ്ടായി. ഇപ്പോൾ ചടയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി എന്നത് ആ സർക്കാർ വേറെയും പാർട്ടി വേറെയുമാണ്. പാർട്ടിക്ക് ആണ് മേധാവിത്വം, പാർട്ടി നിലപാടുകൾക്കും പാർട്ടിയുടെ തീരുമാനങ്ങൾക്കുമാണ് മേധാവിത്വം. ഇടതുപക്ഷ സർക്കാർ എപ്പോൾ ഏത് ഘട്ടത്തിൽ ഭരിക്കുമ്പോഴും AKG സെൻറ്ററിനാണ് പ്രാമുഖ്യം, അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനല്ല. അല്ല, അതുമാത്രമല്ല, ഇൻഡിവിജ്വൽ നേതാക്കളുടെ കാര്യത്തിൽ പോലും ആ സൂക്ഷ്മത മുൻകാലത്ത് പുലർത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ VS അച്യുതാനന്ദൻ്റെ മുഖം വെച്ച് പോസ്റ്റർ അടിച്ചത് കേരളത്തിൽ വലിയ ഒരു പ്രശ്നമായി. വലിയ പ്രശ്നമായിരുന്നു. CPMനുള്ളിൽ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ അതങ്ങനെ പാടില്ല, വ്യക്തികളെ ഫോക്കസ് ചെയ്തിട്ടല്ല ഈ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് എന്ന് അന്ന് വലിയ തോതിൽ വിമർശിക്കപ്പെടുകയോ വിശദീകരിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്നു. പിന്നീടുണ്ടായ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ VS അച്യുതാനന്ദൻ്റെ മുഖമുള്ള പോസ്റ്റർ വെക്കാൻ 140 മണ്ഡലങ്ങളിലും പാർട്ടി തന്നെ അച്ചടിച്ചു വെച്ചു എന്നുള്ളതാണ്. അതൊരു 5 വർഷം കൊണ്ട് സംഭവിച്ച ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് എല്ലാം പിണറായി വിജയനാണ് എന്നുള്ള മട്ടിലേക്ക് ഈ പാർട്ടിയും മുന്നണിയും മാറിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ VS ചോദിക്കപ്പെടുന്നുണ്ട്. അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് പോലും VS എന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹം നയിക്കുന്ന മന്ത്രിസഭയ്ക്കും മേൽ പാർട്ടിയുടെ അധികാരം വലിയ തോതിലുണ്ടായിരുന്നു. അത് മന്ത്രിസഭാ രൂപവൽക്കരണത്തിലുണ്ടായിരുന്നു, മന്ത്രിസഭയുടെ നടത്തിപ്പിലും ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറിയും പാർട്ടിയും താഴേക്ക് പോവുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിസഭയും മേലേക്ക് വരികയും ചെയ്തു എന്നതാണ് ഈ കാലത്ത് സംഭവിച്ച ഒരു മാറ്റം. അത് വളരെ പ്രകടമാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും ആ ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുന്നണികൾക്കും ഒരു ഇൻകംബന്റ് സർക്കാർ, ഇലക്ഷൻ നേരിടാൻ പോകുന്ന ഒരു സർക്കാരിനൊക്കെ ഇത് കുറച്ചൊരു സൗകര്യം നൽകുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിക്ക് വേറൊരു സൗകര്യം നൽകുന്നുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യക്തി കേന്ദ്രീകൃതമാകുമ്പോൾ എന്താണ് പുതിയ പോളിസി, എന്താണ് പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ, എന്ത് മാറ്റങ്ങളാണ് ഈ കഴിഞ്ഞ 10 വർഷമോ 5 വർഷമോ കൊണ്ടുവന്നത്, അതിൻ്റെ ഗുണഫലങ്ങൾ എന്ത്, അതിൻ്റെ ദോഷം എന്ത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്തരം ഡിസ്കോഴ്സ് ഒന്നും ആവശ്യമില്ല. ഇപ്പുറത്ത് ഇപ്പോൾ ഒരു നേതാവിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഭരണത്തെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ എന്താണ് പുതുതായി വെക്കാൻ പോകുന്നത്, ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ പുതിയ പദ്ധതികൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു, കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളിൽ ഏതൊക്കെ ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിൽ ഏതൊക്കെയാണ് മോശമെന്ന് കരുതി ഞങ്ങൾ ഒഴിവാക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും പറയേണ്ട എന്നൊരു സൗകര്യം അത് പിണറായി വിജയൻ അപ്പുറത്തുനിന്ന് നമ്മൾ എടുത്താലും അങ്ങനെ കാണാം. അപ്പോൾ VSൻ്റെ രണ്ടാം എലക്ഷൻ, അതായത് VS 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രി ആയതിനു ശേഷം 2011 അദ്ദേഹം ഇലക്ഷൻ നേരിട്ടപ്പോൾ VS ഫോക്കസ്ഡ് ആയിരുന്നു. വലിയ ടാലിയെ, അതായത് 100 സീറ്റോളം ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന ഒപ്പീനിയൻ പോൾ നിലനിൽക്കെ VS തിരിച്ച് 72 സീറ്റിലേക്ക് UDFനെ ഒതുക്കിയത് യഥാർത്ഥത്തിൽ VS എന്ന വ്യക്തിപ്രഭാവത്തിൻ്റെ പുറത്തു കൂടിയാണ്. അത് ആ കാലം മുതലുണ്ട്. ഈ 2021 ഇത് തന്നെയാണ് സംഭവിച്ചത്. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ നിയമാവലി വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൾട്ടർനേറ്റ് ടേം എന്ന മട്ടിൽ UDF വീണ്ടും അധികാരത്തിൽ വന്നേനെ. പിണറായി വിജയൻ എന്ന നേതാവിനെ മുന്നിൽ നിർത്തിയാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അത് രാജീവ് പറഞ്ഞ പോലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഈ പ്രവണതയുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 1970കളിലും 80കളിലും ഉണ്ടായിരുന്ന ആൻറ്റി ഇൻകംബൻസി റേറ്റ്, അതല്ലെങ്കിൽ സർക്കാരിനെ മാറ്റാനുള്ള പ്രവണതയിൽ കുറവ് വന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വിലയിരുത്തപ്പെട്ടത്. പ്രണോയ് റോയിയുടെയൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു വിലയിരുത്തൽ വലിയ തോതിൽ ഏതാണ്ട് പകുതിയിലധികം വ്യത്യാസം അക്കാര്യത്തിൽ വന്നിട്ടുണ്ടെന്ന്. 70കളിലും 80കളിലും 10 സർക്കാരുകളെ ജനം തെരഞ്ഞെടുപ്പിലൂടെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ 5 സർക്കാരുകളെ നിലനിർത്തുകയും 5 സർക്കാരുകളെ പുറത്താക്കുകയും ചെയ്യുന്നു എന്ന പ്രവണതയുണ്ട് എന്നാണ്. ബീഹാർ ഇലക്ഷനൊക്കെ ശേഷം വലിയ തോതിൽ ആ കാര്യം ചർച്ച ചെയ്യപ്പെട്ടു. ഒരുപക്ഷെ 2021 കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിധിയെയും ദേശീയ തലത്തിൽ സഫോളജിസ്റ്റുകൾ ചർച്ചയ്ക്കെടുക്കുന്നത് ആൻറ്റി ഇൻകംബൻസിയിൽ
ഈ രാജ്യത്തിലെ സ്റ്റേറ്റുകളിലെ വോട്ടർമാരുടെ മനസ്ഥിതിയിലെ ആൻറ്റി ഇൻകംബൻസി സർക്കാരിനെ മാറ്റാനുള്ള പ്രവണതയിൽ വലിയ തോതിൽ മാറ്റമുണ്ടായിരിക്കുന്നു എന്നാണ്. അത് വ്യക്തിഗതമായ രാഷ്ട്രീയത്തിലേക്കുള്ള ഊന്നലിൻ്റെ കൂടി റിസൾട്ട് ആവണം. റൈറ്റ്. ഇത് പറയുമ്പോഴേ നമ്മൾ ഈ വ്യക്തികേന്ദ്രീകൃതമാകുമ്പോൾ വ്യക്തികേന്ദ്രീകൃതമായ ആക്ഷേപങ്ങളും അപഹസിക്കലുകളും വ്യക്തികേന്ദ്രീകൃതമായ ആക്രമണങ്ങളും വലിയ തോതിൽ വർദ്ധിക്കുക എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോ ഭരണം നടത്തുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനങ്ങൾ മാത്രമായിട്ടല്ലല്ലോ ഭരണം നടത്തുക. ആ മുന്നണിക്കൊരു പോളിസിയുണ്ട്. ആ മുന്നണി ഒരു പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷനെ നേരിട്ടത്. അത് നടപ്പാക്കുന്നുണ്ടോ നടപ്പാക്കുന്നില്ലേ ഇതൊക്കെ ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ കൂടെ ഭാഗമാണല്ലോ. പക്ഷേ ഈ വ്യക്തികേന്ദ്രീകൃതമാകുമ്പോൾ ഇതിൻ്റെ എല്ലാ പഴിയും ഒരാളിലേക്ക് കേന്ദ്രീകരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ ഉമ്മൻചാണ്ടി വലിയ തോതിൽ പഴി കേട്ടിട്ടുണ്ട്. പിണറായി വിജയൻ ഇപ്പോൾ പഴി കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് വ്യക്തികേന്ദ്രീകൃതമാകുമ്പോൾ ഈ പ്രശ്നമുണ്ട്. അതുപോലെ വ്യക്തിപരമായ ആക്രമണങ്ങൾ ഇപ്പോൾ ഒരുപക്ഷേ കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോളം വ്യക്തിപരമായ ആക്ഷേപം കേട്ട വേറൊരാളുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ വലിയ തോതിൽ ആക്ഷേപം നേരിട്ട് അറസ്റ്റിലായി ജാമ്യത്തിൽ കഴിയുന്നൊരു യുവ നേതാവ് വരെ വിജയനോട് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആക്ഷേപങ്ങൾ കൂടെ ഈ പറയുന്ന നേതാക്കളൊക്കെ വിധേയരാകുന്നുണ്ട്. ഇപ്പോഴത്തെ വി.ഡി. സതീശൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ CPIM അണികൾ മുഴുവൻ വലിയ തോതിൽ ആക്രമിക്കുന്നുണ്ട് സതീശനെ വ്യക്തിപരമായി തന്നെ അപഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ എന്താ പറയുക ആക്ഷേപിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. അപ്പോൾ ഈ വ്യക്തികൾക്ക് ഈ ഒരു സാഹചര്യത്തെ നേരിടുകയും പിടിച്ചു നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ ടാസ്ക് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഒരേ സമയം അതൊരു തെരഞ്ഞെടുപ്പിൽ ഗുണവും ദോഷവുമായി പ്രവർത്തിക്കും. ഒരു സ്ഥാനാർത്ഥിയുടെ ഗുണവിശേഷങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വലായ മീഡിയ മാനേജ്മെൻറ്റ് പോലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന അവസ്ഥ. ഇൻഡിവിജ്വൽ രാഷ്ട്രീയ പ്രവർത്തകർ ഓരോരുത്തരായി അവരവരുടെ PR പ്രവൃത്തി പാർട്ടി എന്ന നിലയിലല്ല വ്യക്തികൾ എന്ന നിലയിൽ നിന്നുള്ള PR പ്രവൃത്തി ചെയ്യുന്നു എന്നതാണ് ഈ കാലത്തെ ഒരു സവിശേഷത. അത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പ്രതിഫലിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വ്യക്തി എന്ന നിലയിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ PR ഏജൻസികളെ വെച്ച് അവരുടെ PR പ്രവൃത്തികൾ ചെയ്യുന്നു. അത് രാഷ്ട്രീയത്തിലേക്ക് പ്രതിഫലിക്കുക കൂടി ചെയ്യുന്നു. ഇത് ഒരേ സമയം ദോഷവും ചെയ്യാം, അതേസമയം ചില സൗകര്യങ്ങളും അക്കാര്യത്തിലുണ്ട്. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ കൗതുകരം തോന്നിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് LDFും CPMും ഈ തെരഞ്ഞെടുപ്പിനെ ഈ മുന്നണിയെ നയിക്കുക പിണറായി വിജയനാണ് എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളിലായിട്ട് അവർ പറഞ്ഞു തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് പിണറായി വിജയനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന എപ്പോഴും വായിക്കുന്ന ഒരു വാചകമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ നേതാവ് ആരാകും എന്നുള്ളത് പിന്നീട് തീരുമാനിക്കും എന്നുള്ളത്. അതോടൊപ്പം പാരലലി സംഭവിച്ചൊരു കാര്യം ഈ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിനിടെ ഭരണപക്ഷ അംഗങ്ങൾ നിയമസഭയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു അപൂർവ കാഴ്ച നമ്മൾ കണ്ടു. അന്ന് ആ ഭരണകക്ഷിയെ മുഴുവൻ നയിച്ചുകൊണ്ട് വന്ന് മാധ്യമങ്ങളോട് ആദ്യം സംസാരിച്ചത് KK ശൈലജയായിരുന്നു. അതൊരു സൂചനയാണ് എന്ന മട്ടിലുള്ള വ്യാഖ്യാനങ്ങളും പല ഘട്ടങ്ങളിലും അങ്ങനെ ഉണ്ടായി. ശൈല ടീച്ചറുടെ കാര്യത്തിൽ നിയമസഭയിൽ രാജീവ് പറഞ്ഞ ഈ കാര്യം മാത്രമല്ല, കുറച്ചധികം സന്ദർഭങ്ങളിൽ സമീപകാലത്തായി ശൈല ടീച്ചറെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തീരുമാനമെടുത്ത് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെ തോന്നാം. അത് CPMൻ്റെ ഒരു ഓപ്ഷനാണ്. പക്ഷേ ഇപ്പോൾ സച്ചിദാനന്ദ മാഷിൻ്റെ ഇന്നലത്തെ പ്രസ്താവനയോട് പ്രതികരിച്ചതും ആദ്യം അതിൻ്റെ ഒരു കൗണ്ടർ വന്നത് ശൈല ടീച്ചറുടെ ഭാഗത്തു നിന്നാണ്. CPMനെ സംബന്ധിച്ച് ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്നത് അവിടെ നിലനിൽക്കുന്നു. അത് കുറെ കൂടി സ്വീകാര്യമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാനും ഒരുപക്ഷെ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസ് അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ CPMനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഈ 2026 ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രചരണം നയിക്കാനും മുന്നണിയെ നയിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നെക്സ്റ്റ് ടു പിണറായി എന്നുള്ള നിലയിൽ ഒരു പക്ഷേ CPM ഉയർത്തി കാണിക്കാൻ സാധ്യതയുള്ളത് KK ശൈലജയാണ് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. ഇപ്പുറത്ത് കോൺഗ്രസ് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. ഇപ്പുറത്ത് നോക്കിയാൽ വി.ഡി. സതീശൻ മാത്രമേ ഉള്ളൂ. വി.ഡി. സതീശൻ ഇപ്പോൾ പുതുയുഗ യാത്ര വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഉരുത്തിരിഞ്ഞിരുന്ന ഏതാണ്ട് എല്ലാ വിഷയങ്ങളോടും UDFൻ്റേതായിട്ടോ കോൺഗ്രസിൻ്റേതായിട്ടോ മീഡിയയോട് പ്രതികരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വി.ഡി. സതീശൻ മാത്രമാണ് ഈ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഏതാണ്ട് വി.ഡി. സതീശനിലേക്ക് അത് ഫോക്കസ് ചെയ്യപ്പെട്ടു. കോൺഗ്രസിലെയും UDFിലെയും രാഷ്ട്രീയം എന്നാണ് നമ്മൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF രാഷ്ട്രീയം സതീശനിലേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ടു. പക്ഷേ ഇവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അതിനെ ഡിസേബിൾ ചെയ്യുകയുള്ളൂ. മറ്റത് LDFനെ എനേബിൾ ചെയ്യുന്നൊരു ഫാക്ടറാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ശൈല ടീച്ചറുടെ പേര് കൂടി രംഗത്തേക്ക് വരുന്നത് LDFനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. എന്നാൽ സതീശനപ്പുറത്തേക്ക് മറ്റൊരു പേര് ഇവിടെ എമേർജ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു
തെരഞ്ഞെടുപ്പ് മുന്നേറ്റത്തെ തന്നെ പിറകോട്ട് വലിക്കുന്ന രീതിയിലാകും എന്നതാണ് അതിൻ്റെ പക്ഷേ വ്യത്യാസം. അവിടെ സ്വാഭാവികമായിട്ടുള്ള ഓപ്ഷൻസ് അവിടെ ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ രമേശ് ചെന്നിത്തല 2011, 16 അല്ലെങ്കിൽ 16, 21 പ്രതിപക്ഷ നേതാവായിരുന്നു. 11, 16 ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. KPCCയുടെ മുൻ പ്രസിഡന്റാണ്. അദ്ദേഹത്തിനൊരു ക്ലെയിമുണ്ട്. പിന്നെ എൻ്റെ നേതാവാണ് രമേശ് ചെന്നിത്തല എന്നാണ് സതീശൻ പോലും പറയുന്നത്. സതീശൻ പോലും പറയുന്നത്. അതുപോലെ മുൻ KPCC പ്രസിഡന്റുമാരുണ്ട്. AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന KC വേണുഗോപാലുണ്ട്. ഈ സർവേകളിലെങ്കിലും ഉയർത്തിക്കാട്ടിക്കുന്ന ശശി തരൂരുണ്ട്. അപ്പുറത്ത് നോക്കിയാൽ ഒരു നേതൃനിര പക്ഷേ ഈ ഒരു വേണമെങ്കിലുണ്ട് ഒരു എന്ന് വേണമെങ്കിൽ ഡിസംബറിന് ശേഷം ഇങ്ങോട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയുമായും അതുപോലെ NSS SNDP പ്രശ്നത്തിലും സതീശൻ എടുത്ത നിലപാടിന് ശേഷം സതീശൻ്റെ പേരിന് വലിയ പ്രാമുഖ്യം കിട്ടുകയും ഇപ്പോൾ ഇവരുടെ യാത്രയുടെ പോസ്റ്റർ രാജീവ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സാധാരണഗതിയിൽ UDFൻ്റെ ഒരു പോസ്റ്ററിൽ അങ്ങനെ ഒരാളെ മുന്നിൽ വെച്ച് ബാക്കിയുള്ളവരെല്ലാം ചെറുതായി കാണിക്കുന്ന ഒരു അന്തരീക്ഷം അങ്ങനെയൊന്നും സാധ്യമാകില്ല. ഇപ്പോൾ കണ്ണൂരിലൊക്കെ സുധാകരൻ്റെ പേരില്ലാത്തതിൻ്റെ പേരിൽ തന്നെ പ്രശ്നമുണ്ടാകുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചു. സതീശൻ ഒരു പ്രാമുഖ്യം പോസ്റ്ററുകളിലും വന്നു, പ്രകടനത്തിലും മീൻസ് ഈ യാത്രയിലും വന്നു. അത് ആ മുന്നണിയിൽ പൊതുവായി തന്നെ ഇപ്പോൾ ലീഗിൻ്റെ അകത്തൊക്കെ അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞത് അതല്ല, സതീശൻ അപ്പുറത്തൊരു പേര് UDFൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ഉയർന്നു വന്നാൽ അത് അതിനെ ക്ഷീണിപ്പിക്കുകയുള്ളൂ. ഇപ്പുറത്ത് മറ്റൊരു പേര് ഉയർന്നു വരുന്നത് ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ളൂ എന്ന സാഹചര്യമുണ്ട് എന്നാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഈ നയനിലപാടുകളെക്കാൾ ഉപരി ഈ നേതാക്കളും നേതാക്കളുടെ മുഖങ്ങളും അവർ പറയുന്ന അവരുടെ നയനിലപാടുകളും ആയിരിക്കും ഡിബേറ്റബിൾ ആയി വരിക. ഒരു പക്ഷേ ജനവിധിയെ സ്വാധീനിക്കാൻ പാകത്തിലേക്ക് വലുതാകാൻ സാധ്യതയുള്ളത് അതായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് അവർക്ക് വരുന്ന ചെറിയ പിഴവുകൾ പോലും സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുകയും ചെയ്യും. റൈറ്റ്. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു വലിയ വ്യത്യസ്തതകളുടേതായി മാറാനുള്ള സാധ്യത അവിടെയുണ്ട്. ഈ നേതാക്കൾ ഇവരുടെ നേതൃവലിപ്പം, അവരുടെ ഒരു പാൻ കേരള അക്സെപ്റ്റൻസ്, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി, അവർ നയനിലപാടുകളിൽ പുലർത്തുന്ന സൂക്ഷ്മത, ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ കേരളത്തിലെ ജനവിധിയെ നിർണ്ണയിക്കാൻ പാകത്തിലേക്ക് മാറുക എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.